നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പ്രിയ ലക്ഷ്മി, ഭവതി ഇന്ന് ശിവഭക്തിയിൽ ലയിച്ചിരിക്കുന്നുവല്ലോ. മഹാപ്രഭു, ഞാൻ അല്പം മുമ്പ് പ്രപഞ്ച സന്ദർശനം നടത്തിയിരുന്നു. പ്രപഞ്ചമാകെ എങ്ങും എവിടെയും ശിവമഹിമ നിറഞ്ഞു നിൽക്കുന്നു. ശിവപൂജ, ശിവസ്മരണ, ശിവമന്ത്രജപം. പ്രപഞ്ചം ഭക്തിസാന്ദ്രമാണ്. ഞാനും ഓം നമഃശിവായ മന്ത്രജപത്തിൽ മുഴുകിപ്പോയി. ഉത്തമം, അത്യുത്തമം. സുഖശാന്തി ലഭിക്കുവാൻ ശിവഭക്തിയേക്കാൾ ഉപരി ഒന്നും തന്നെയില്ല. ശിവനാമം പ്രപഞ്ചസത്തയാണ്. പ്രപഞ്ചസ്പന്ദനത്തിന്റെ ആധാരവും സദാശിവൻ തന്നെയാണ്. ശിവൻ സർവവ്യാപിയാണ്. ശിവൻ സർവശക്തനാണ്. ശിവൻ ഭക്തരുടെ സർവസ്വവുമാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് ജഗദീശ്വരനല്ലേ? സൃഷ്ടിപാലകനല്ലേ? നാം ജഗദീശ്വരനും സൃഷ്ടിപാലകനും എന്നതിൽ സന്ദേഹമില്ല. സദാശിവന്റെ ഇച്ഛാനുസാരം നാം കർത്തവ്യപാലനം നടത്തുന്നു. നാമും ബ്രഹ്മാവും ശിവകാമനയുടെ ഫലമാണ്. ഇത് ശാശ്വത സത്യമാണ്. സദാശിവനാണ് സൃഷ്ടികർത്താവും പാലകനും സംഹാരകനുമെല്ലാം. ഇപ്രകാരം ശിവേച്ഛ മൂലം പാലാഴിമഥനം നടന്നു. ഭവതി ഉദ്ഭൂതയായി, പിന്നീട് നമ്മുടെ ധർമ്മപത്നിയുമായി. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിലൂടെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. മഹേശ്വരനെ ധ്യാനിക്കാതെ ഏതൊരു ഭക്തൻ നമ്മെ ആരാധിക്കുന്നുവോ ഒരിക്കലും നാം അവനിൽ സംപ്രീതനാവുകയില്ല. തിരുമുഖത്തു നിന്നും ശിവമഹിമ ശ്രവിച്ച ജന്മ സാർത്ഥകമായി. ഇനി ഞാൻ വിഷ്ണുനാമജപത്തിലൂടെ പത്നീധർമ്മത്തിൽ മുഴുകട്ടെ, വിഷ്ണു ഭക്തിയിൽ ലയിക്കട്ടെ. നാരായണ 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 നാരായണ. പ്രണാമം പരംപിതാവേ. അങ്ങ് എന്നെ സ്മരിച്ചുവോ? നാരദ, ഏതൊരു കാര്യവും ത്വരിതഗതിയിൽ നിർവഹിക്കാൻ മാനസപുത്രൻ നാരദന് തുല്യനായി മറ്റാരുമില്ല. നീ ദേവലോക സന്ദേശവാഹകനാണ്. നാരായണ നാരായണ. എല്ലാം നാരായണ കൃപ. പ്രശംസിച്ചതിന് നന്ദി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ആജ്ഞ നൽകിയാലും. നാരദ, പാലാഴി മഥനം നടന്നപ്പോൾ കാളകൂട വിഷം വമിച്ച സംഭവം നീ ഓർക്കുന്നില്ലേ? വിഷത്തിൽ നിന്നും സൃഷ്ടിയെ രക്ഷിക്കാനായി കരുണാസാഗരൻ ശിവൻ വിഷപാനം നടത്തി നീലകണ്ഠനായി മാറി. ഭഗവാൻ ശിവൻ ഭക്തവത്സലനാണ്. അദ്ദേഹം ഭക്തരെ മാത്രമല്ല, എല്ലാവരെയും, സർവ്വജീവജാലത്തെയും വിഷത്തിന്റെ പ്രഭാവത്തിൽ നിന്നും രക്ഷിക്കാനായി ഉഗ്രവിഷം പാനം ചെയ്തു. മഹേശ്വരൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സൃഷ്ടിക്ക് സർവനാശം തന്നെ ഉണ്ടാകുമായിരുന്നു. സത്യമാണ്. പക്ഷെ സദാശിവന്റെ വിഷപാനത്തിന് മുമ്പ് തന്നെ കുറേ വിഷം അന്തരീക്ഷത്തിൽ കലർന്നു കഴിഞ്ഞിരുന്നു. അന്തരീക്ഷം വിഷലിപ്തമായതുമൂലം പ്രകൃതി അസന്തുലിതമായി. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സുരക്ഷയ്ക്കായി അന്തരീക്ഷത്തെ ശുദ്ധമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി ഒരു മഹായാഗം നടത്താൻ നാം നിശ്ചയിച്ചു കഴിഞ്ഞു. പരംപിതാവേ, മഹായാഗം എവിടെയാണ് നടക്കുക? യാഗം പ്രയാഗയിലെ പവിത്ര ഭൂമിയിലാണ്. ഇതിൽ പങ്കുകൊള്ളുവാനായി എല്ലാ ദേവഗണങ്ങളെയും ഋഷിവര്യന്മാരെയും ക്ഷണിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ആ മഹത്തായ കർമ്മം നിർവഹിക്കേണ്ടത് നീയാണ് പുത്ര. പരംപിതാവേ, ഇത്രയും മഹത്തായ കർമ്മം എന്നെ ഏൽപ്പിച്ചതിൽ നിന്നും ഒന്ന് വ്യക്തമായി. അങ്ങയുടെ കൃപാകടാക്ഷം എനിക്കുമേൽ എന്നുമുണ്ടെന്ന്. അങ്ങയുടെ ഈ ദയാവായ്പിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതിൽ കടപ്പാടിന് കാര്യമൊന്നുമില്ല. ഈ മഹത്തായ കർമ്മം പുത്രനെ ഏൽപ്പിക്കുവാൻ കാരണമുണ്ട്. ശ്രീഹരിവിഷ്ണുവിന്റെ പരമഭക്തനായതിനാൽ
നീ ഏവർക്കും പ്രിയങ്കരനാണ്, എവിടെയും സ്വീകാര്യനും. നീ നിന്റെ വാക്ചാതുരിയാൽ കഠിനമായ പ്രശ്നങ്ങൾ പോലും സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നു. എല്ലാം അങ്ങയുടെ ആശീർവാദം തന്നെ. പരംപിതാവേ, ഞാൻ വിടകൊള്ളട്ടെ. നാരായണ നാരായണ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ.